സുഖല്ലേ? എന്താ ഈ വൈകിയോ? എന്താണ്? വൈകി. അതെ, പിന്നെ ബസ്സിലൊക്കെ ഭയങ്കര ചെക്കിങ്, ലഹരിയായിട്ട് ബന്ധപ്പെട്ട് ശരി. വിദ്യാർത്ഥികളൊക്കെ ഭയങ്കര ചെക്കിങ്, അതുകൊണ്ടാണ് നേരം വൈകി. നമുക്ക് ഇനിയിപ്പം കുറേ കാലം ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് വരാനുള്ള സമയമൊന്നും കിട്ടുന്നില്ലല്ലേ. ഓരോ തിരക്കിലായി പോയി മാറും കേട്ടോ. ഇങ്ങോട്ടൊക്കെ വരാൻ സമയം കിട്ടണ്ടേ? നീ പറഞ്ഞത് വളരെ ശരിയാണ്. എല്ലാവർക്കും ഓരോരോ തിരക്കുകളാണ്, എങ്ങോട്ട് പോകാനുള്ള സമയം കിട്ടുന്നില്ല. എന്താണ് നമ്മളെ ഷാമിന്റെ വിശേഷങ്ങളൊക്കെ? ഓനിപ്പോ പോയിട്ട് 5-6 മാസമായില്ലേ? 6 മാസമായി പോയിട്ട്. സാധാരണ അത്ര വൈകാറുമില്ല, എന്തോ ജോലി തിരക്കിലായിപ്പോ. പിന്നെ ഓനെ കാണാനിട്ട് എനിക്കൊരു മനസമാധാനവും ഇല്ലല്ലോ. മാധവേട്ട, ഞാനൊരു കാര്യം പറഞ്ഞാല് നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നുന്നത്. എന്ത് കാര്യം? നീ പറഞ്ഞു. ശ്യാമ് ജോലി ചെയ്യുന്നത് എറണാകുളം സിറ്റിയിലാണല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തില് അവന്റെ പോക്കും വരവൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഓൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകൂലേ. ഓനങ്ങനെ ചെയ്യൂല, ഓനങ്ങനെ ചെയ്യുന്നവനുമല്ല. പക്ഷെ ഓന്റെ കൂട്ടുകെട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയൂലല്ലോ. ഇനി പറഞ്ഞാലും കാര്യങ്ങളുണ്ട് ശരി. അച്ഛാ, അച്ഛാ, മോനും അച്ഛാ, അച്ഛൻ എന്ത് പറ്റി? അച്ഛനൊന്നും പറ്റിയില്ല മോനെ, അച്ഛനൊന്നും മയങ്ങിപ്പോയി. എൻ്റെ മോൻ വന്നല്ലോ, സന്തോഷമായി അച്ഛന്. അച്ഛാ, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അച്ഛാ, അച്ഛൻ എന്താ കരയുന്നത്? അതിനെ മോനെ ഞാൻ അച്ഛൻ നിന്ന് പരിങ്ങണ്ട, വാർത്തകളൊക്കെ ഞാനും കേൾക്കുന്നുണ്ട് അച്ഛാ. ഞാനങ്ങനെ ചെയ്യൂന്ന് അച്ഛൻ തോന്നുന്നുണ്ടോ? ഞാൻ അച്ഛന്റെ മോനല്ലേ? എന്റെ മോൻ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഓരോ രക്ഷിതാവിന്റെയും ഗതികേടാണ് മോനെ. അച്ഛാ, സാരമില്ല അച്ഛാ, അച്ഛന്റെ കരുതൽ എനിക്ക് മനസ്സിലാവും.